ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ എടുത്ത് ക്ഷീണിച്ചിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ ഞാനിവിടെ ക്ഷീണിച്ചിരിക്കുകയാണ്. വോയിസ് ഓവർ കൊടുക്കുമ്പോഴൊക്കെ നല്ല ക്ഷീണമുണ്ട് കേട്ടോ. പിന്നെ അതാ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ 8-ാമത്തെയും 9-ാമത്തെയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഒരുമിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് 8-ാമത്തെയാണ് നമ്മളത് ആദ്യം കാണിക്കണത്. അപ്പോൾ 8-ാമത്തെ ഇഫ്താറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് മുട്ടപ്പാലയുടെ ആണ്. അപ്പോൾ മുട്ടപ്പാലിൻ്റെ റെസിപ്പി നമ്മുടെ ചാനൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോക്കാം കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ മുട്ടപ്പാലയുടെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടോടുകൂടി തന്നെ നമ്മുടെ അകത്തുള്ള ഫില്ലിങ്ങിൽ തേങ്ങയും പഞ്ചസാരയും ഏലക്ക വേണമെങ്കിൽ പൊടിച്ചത് ഇടാം. ഞാൻ ഇതിലിട്ടിട്ടില്ല. അങ്ങനത്തെ ഫില്ലിംഗ് ഒക്കെ ഉള്ള ഒരിതാണ്. അത് നമ്മളിത് ഇട്ടിട്ട് ഹോട്ട് ബോക്സിലെല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. കുറേ മുട്ടപ്പാലട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നുണ്ടാക്കുന്ന മാമ്പഴത്തിൻ്റെ ജ്യൂസാണ്. മാമ്പഴം കുറേ വാങ്ങി വെച്ചതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തേക്ക് മാമ്പഴത്തിൻ്റെ ജ്യൂസ് മാത്രമായിരിക്കും. പിന്നെ ഇതാ മാമ്പഴത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തൊലി കളഞ്ഞ മാമ്പഴമാണ് ഇട്ട് അതിലേക്ക് ഇടുന്നത്. തൊലിയോട് അതിലിടില്ല. എന്നിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലും വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് അടിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ഐസ് ക്യൂബാണ് കേട്ടോ. ഭയങ്കര താമര ഇങ്ങനെ വിടർന്ന് നിൽക്കണ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഐസ് ക്യൂബിൻ്റെ കൂടെ. പിന്നെ ഇതാ നമ്മുടെ ഗ്രേപ്പ് ജ്യൂസാണ്. ഗ്രേപ്പ് ജ്യൂസ് ഭയങ്കര ലൂസായിട്ട് ഉണ്ടാക്കിയതാണ്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് 8-ാമത്തെ ഇഫ്താർ നോമ്പിൻ്റെ നമ്മുടെ സ്പെഷ്യൽ വിഭവങ്ങൾ ഇഫ്താറിനുള്ളത്. മുട്ടപ്പാലട, പിന്നെ കടയിൽ നിന്ന് വാങ്ങിയ ഉഴുന്നുവട ഉണ്ടായിരുന്നു, പിന്നെ ഗ്രേപ്പ് ജ്യൂസ്, മാംഗോ ജ്യൂസ്, പിന്നെ പള്ളിയിലെ കഞ്ഞിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മുട്ടപ്പാലടയ്ക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടല്ലോ, അതിൽ തേങ്ങൻ്റെ ഫില്ലിംഗ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 8-ാമത്തെ ഇഫ്താറിൻ്റെ സ്പെഷ്യൽ വിഭവങ്ങൾ. അപ്പോഴത്തേനും ബാങ്കൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാണ്. അപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് ഞാൻ മാംഗോ ജ്യൂസാണ് ഇന്ന് ഫസ്റ്റ് എടുത്തത്. അപ്പോൾ നല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുപ്പിച്ചെടുത്തത് കൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കൂളിംഗ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ആദ്യം കുടിച്ചു. അതിന് ശേഷം പിന്നെ ഗ്രേപ്പ് ജ്യൂസാണ് കുടിക്കുന്നത്. പിന്നെ മുട്ടപ്പാലട കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ മുട്ടപ്പാലട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പൂച്ച നല്ല നിലവിളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ ഇതിപ്പോൾ ഇതൊന്നും കഴിക്കണ ആളല്ല നമ്മുടെ പൂച്ച. അപ്പോൾ മെയിനായിട്ട് ചിക്കനും മീനൊക്കെ ഉണ്ടെങ്കിലേ കഴിക്കുള്ളൂ. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പീസ് ചെറുതായിട്ടൊന്ന് കൊടുത്തു നോക്കി കേട്ടോ. അപ്പോൾ ഉണ്ട് ഇത് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഒരു മുട്ടപ്പാലട ഫുള്ളും കൊടുത്തു. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ പൂച്ചക്കുട്ടി മുട്ടപ്പാലട കഴിച്ചു ഗൈസ്. ഇത് 9-ാമത്തെ ഇഫ്താറിൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട്. പഴം നടുവിൽ നിന്ന് രണ്ടായിട്ട് കീറിയിട്ട് പിന്നെ ഓരോ ലെയറാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ പഴമായിരിക്കും. അപ്പോൾ അത് എടുത്തിട്ട് നമ്മൾ മാവിൽ മുക്കിയിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെറുതാക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചട്ടി ചെറുതല്ലേ, അപ്പോൾ അതിനനുസരിച്ചുള്ളതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വലിയ ചട്ടിയാണെങ്കിൽ നമുക്ക് വലിയ പഴംപൊരി ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചെറിയ ചെറിയ പഴംപൊരിയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പഴംപൊരിയാണ്. പിന്നെ 8-ാമത്തെ ഇഫ്താറിനുള്ള സെയിം ഫുഡാണ് ഇന്ന് ഉണ്ടായിരുന്നത്. മുട്ടപ്പാലടയാണ്. അതുകൊണ്ടാണ് 2 വീഡിയോയും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടത് കേട്ടോ. കൂടുതലായിട്ട് നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2 വീഡിയോയും കൂടെ ഞാൻ ഒരുമിച്ചിട്ടതാണ്. പിന്നെ മാമ്പഴത്തിൻ്റെ ജ്യൂസ് തന്നെയായിരുന്നു 9-ാമത്തെ ഇഫ്താറിന് ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ല കുറേ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന്. പിന്നെ ഇതാ കഴിക്കാനായിട്ട് ഓറഞ്ച് ഉണ്ട്. പിന്നെ മാമ്പഴത്തിൻ്റെ ജ്യൂസിൻ്റെ മുകളിൽ ഞാൻ മുട്ടപ്പാലിൻ്റെ നടുവിലുള്ള ആ തേങ്ങൻ്റെ മിക്സ് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. പിന്നെ മുട്ടപ്പാലട, പഴംപൊരി, ഇതൊക്കെയായിരുന്നു 9-ാമത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ, നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ, തൊട്ടടുത്ത് കുഞ്ഞ് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് അതേ കാണാം. ബൈ ബൈ, താങ്ക് യു.